ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, ഒരു കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാനം ഞാൻ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കാര്യം. ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ഒരു കുഞ്ഞിന് ജ്ഞാനസ്നാനം കൊടുത്തു, വേറൊരു കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാനത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. ഈ മാമോദിസ മുങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ മാമോദിസ സ്വീകരിക്കുമ്പോൾ കുഞ്ഞിൽ പരിശുദ്ധാത്മാവ് എന്ന് കൃത്യം അറിയാൻ പറ്റും. പലപ്പോഴും ഒരു പൂതോച്ചാടന പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ, ഡെലിവറൻസ് പ്രയർ ഉണ്ട് അതിനകത്ത്, എക്സോസിസ്റ്റ് പ്രയർ ഉണ്ട് അതിനകത്ത്. ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ കുഞ്ഞൊന്ന് അനങ്ങുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അത്ഭുതകരമായ കരുത്ത് കുഞ്ഞിന് കിട്ടുക. നമ്മൾ ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. നമുക്ക് ഈശോ ജ്ഞാനസ്നാനം ജോർദാൻ നദിയിലേക്ക് താഴുകയാണ്, ജ്ഞാനസ്നാനം സ്വീകരിക്കുക. അതുപോലെ ഇതുപോലെ ഒരു മുങ്ങിത്താഴല് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വ്യവസ്ഥ. താഴണം. താഴാത്തവരാരും പൊങ്ങിയിട്ടില്ല മക്കളെ. ഒരുപാട് പേര് പൊങ്ങാത്തതിന് കാരണം താഴാത്തത് കൊണ്ട്. നമുക്കൊരു ജീവിതത്തിൽ ഒരു താഴ്മയുടെ ഭാവം, ഒപ്പം മുങ്ങൽ ഒരു കഴുകലിൻ്റെ അനുഭവമാണ് നമുക്കൊക്കെ ഉണ്ട്. സിസ്റ്റേഴ്സിൻ്റെ ഒരു കുർബാനയിൽ പങ്കെടുക്കണം. ഞാൻ അവരോട് പങ്കുവച്ച ഒരു കാര്യം ഇതാണ്. അന്ധയാചകൻ്റെ ഉപമ പറഞ്ഞിട്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, നമ്മളിൽ നിന്ന് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളില്ലേ. ഒരു പുരോഹിതൻ എന്നതില്ല, നിശ്ചയമായിട്ടുണ്ട് എന്നിൽ നിന്ന് വിട്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ചില ബലഹീനതകൾ, ചില കുറവുകൾ, ചില പെരുമാറ്റ രീതികൾ. അതൊന്നും മാറിപ്പോയിരുന്നെങ്കിലും നമ്മൾ ഈ ഒരു കഴുകലിൻ്റെ അനുഭവമുണ്ട് മക്കളെ. ഓരോ പ്രഭാതം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാറുണ്ട്. എനിക്ക് നിർബന്ധം, ഏത് കൊടും തണുപ്പിൽ പോയാലും രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന രീതിയുണ്ട്. ഈ യൂറോപ്പിലൊക്കെ ആയിരുന്നു സായിപ്പുമാർ കളിയാക്കും, ഇവനൊക്കെ എന്തിൻ്റെ കേടാന്ന് ചോദിക്കും. സായിപ്പുമാർ കുളിക്കുന്നുമില്ല. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ചേ പറ്റത്തുള്ളൂ. അത് കൊടും തണുപ്പിൽ നിൽക്കുമ്പോൾ ഫ്രാൻസിൽ മഞ്ഞ് വീഴുന്ന ആൽപ്സിൻ്റെ ചവിട്ടി കിടക്കുമ്പോഴത്തേനാണ് കുളിച്ചിട്ട് കുർബാനയ്ക്ക് പോവുക. രാവിലെ എഴുന്നേറ്റ് കുളിച്ചേ പറ്റത്തുള്ളൂ. വാസ്തവം ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടങ്ങ് പോയാൽ മതി. പക്ഷെ കുളിച്ചില്ല, ഒരു കഴുകൽ അത്യാവശ്യം മക്കളെ. നമ്മുടെ ഒരു മലയാളിയുടെ സ്വഭാവം, മലയാളി കുളിക്കുന്ന പോലെ കുളിക്കുന്ന ലോകത്താരും കാണില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ കുളിക്കുന്ന ആരാന്ന് വെച്ചാൽ അത് മലയാളിയായിരിക്കും. ഇപ്പം വിദേശത്ത് നോക്കുള്ള മക്കൾ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, എനിക്കറിയാം. അതേപോലെ ഇത് 2-3 തവണ കുളിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുമാത്രം ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഞാൻ തൊട്ടും പോയി കുളിച്ചിട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് പോകത്തുള്ളൂ. ഇതൊരു ആത്മീയ രഹസ്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിൽ ചില മനുഷ്യർ എപ്പോഴും അത് ഭ്രാന്തെന്നാണ് പറയുന്നത്. എപ്പോഴും കൈ കഴുകിക്കൊണ്ട് നടക്കുന്ന ചില മനുഷ്യരില്ലേ, അത് ഇച്ചിരി ഭ്രാന്തൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നോർമലായിട്ടൊരു കഴുകൽ. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതൊന്ന് കുളിച്ചിട്ട് കിടക്കാറില്ലേ. ഇന്നത്തെ ദിവസത്തെ ആ പാടുകളും കഷ്ടപ്പാടുകളും ആ മാലിന്യങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളയണ്ട മക്കളെ. ഈ ജ്ഞാനസ്നാനത്തിന് ഈ ഒരു അർത്ഥമുണ്ട് കേട്ടോ. നമ്മളിത് കാണുന്ന സ്നാപകൻ്റെ കാര്യം. സ്നാപകൻ്റെ അടുക്കൽ വന്നിട്ട് അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതേപോലെ ഒരു യാത്രയ്ക്കൊരുങ്ങുന്ന ഒരു കുളിയില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഓരോ പ്രഭാതത്തിലും ഈ ഒരു കഴുകലിൻ്റെ അനുഭവം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നവീകരണത്തിൻ്റെ അനുഭവം. നമ്മൾ ആരും ആയിക്കൊള്ളട്ടെ, ഇന്ന് കുറച്ചധികം അധ്യാപകരുമായിട്ട് സംസാരിക്കാൻ അവർക്കൊരു ചെറിയ ഒരു ശുശ്രൂഷ. അതിനുവേണ്ടി ഞാൻ ആ മക്കളോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. നമുക്കൊരു പുതിയ, ഇഫ് യു ഹാവ് എൻ എക്സൈറ്റ്മെൻറ്റ്, നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് പോകുന്ന പോലെ ഇതൊരു കഴുകലാണ് മക്കളെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് നമ്മളെ കഴുകാൻ പറ്റും, പ്രാർത്ഥനയിൽ നമുക്ക് കഴുകാൻ പറ്റും, പരിശുദ്ധാത്മാവ് നമ്മളെ കഴുകും. ഇതിൻ്റെ വരെ വാസ്തവം ഈ ജ്ഞാനസ്നാന അനുഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മളിലുള്ള മാലിന്യങ്ങൾ കഴുകി നീക്കാനായിട്ടുള്ള ഒരാഗ്രഹം. അതിനകത്തൊരു താഴണം. നമ്മൾ ഏറ്റുപറയണം. കുമ്പസാരം എന്ന് പറഞ്ഞാൽ കൂതാശിക്കാന്നില്ലേ, ഒരു ഏറ്റുപറയൽ. വലിയ മിടുക്കനൊന്നും ആകാൻ നോക്കേണ്ട കാര്യമില്ലെന്നേ. തോക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് തോറ്റു കൊടുക്കണം. തോറ്റെന്ന് സമ്മതിക്കണം. ചില സമയത്തൊക്കെ തെറ്റുപറ്റി എന്നൊക്കെ ചില സമയത്ത് സമ്മതിക്കണം. ബലഹീനനാന്ന് ചില സമയത്ത് സമ്മതിക്കണം.
ദൈവമക്കളെ, അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഉയർച്ചയുണ്ട്, ഒരു ബലമുണ്ട്, ഒരു അഭിഷേകമുണ്ട്. ഓ കർത്താവേ, എളിമയിലേക്ക്, ദൈവമേ, ശൂന്യതയിലേക്കൊക്കെ ഒന്ന് താഴാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒരു കഴുകലിനുള്ള ഒരു ആവശ്യകത ഞങ്ങളെ ഓർമ്മിപ്പിച്ച് തരണമേ. ജീവിതത്തിൽ പൗരോഹിത്യമാണെങ്കിലും സന്യാസമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും ഏത് കാര്യത്തിനും ഒരു പ്രഭാതത്തിലെ കുളി അത് ദേഹം കഴുകുന്നത് മാത്രമല്ല, ആത്മാവിനെയും മനസ്സിനെയും കഴുകുന്ന ഒരു റിഫ്രഷിങ്, ശരീരത്തിന് കിട്ടുന്ന റിഫ്രഷ്മെൻ്റ് അല്ല, ആത്മാവിനും ജീവിതത്തിനും കിട്ടുന്ന ഒരു റിഫ്രഷ്മെൻ്റ് ആക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ ഉണർത്തണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എളിമ നൽകണമേ കർത്താവേ. ചിറകടിച്ചുയരുവാനുള്ള ബലം ഞങ്ങളുടെ ചിറകുകൾക്ക് അങ്ങ് നൽകണമേ കർത്താവേ. എളിമപ്പെടാൻ താന്നവനാണ് ഉയരാനായിട്ടുള്ള അവസരങ്ങളുള്ളത് കർത്താവെ. ചിറകടിച്ച് ജീവിതത്തിൻ്റെ ബലഹീനതയിൽ ഉയരാൻ, രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, തളർന്നവർ, തകർന്നവർ എല്ലാവരും ഉയരുമെന്ന് അങ്ങ് പറയുന്നല്ലോ. എല്ലാവരെയും ഉയർത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുണ്യവാനേ, സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാ